ഇന്ന് വൈകിട്ടേ കുറച്ച് സാധനങ്ങളൊക്കെ എനിക്ക് മേടിക്കാൻ പോകാണ്ടായിരുന്നു കേട്ടോ. അപ്പൊ കബോർഡ് തുറന്നപ്പോഴാണ് മനസ്സിലായത് വിചാരിച്ച ഡ്രസ്സ് അങ്ങോട്ട് കാണാനില്ലാന്ന്. പിന്നെ ഞാൻ അങ്ങോട്ട് വലിച്ചു വാരിയിട്ട് നോക്കി കൈ അറിഞ്ഞാൻ പറഞ്ഞു, പക്ഷെ കാണുന്നില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി ഇങ്ങനെ ഈ കബോർഡ് വെച്ചാൽ പോരാ, ഇതൊക്കെ ഒന്ന് ഒതുക്കി എടുക്കണം. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ മൈൻഡ് സെറ്റ് ചെയ്ത് പോകുമ്പോഴായിരിക്കും നമ്മൾ വിചാരിച്ച ഡ്രസ്സ് കാണാതെ. പിന്നെ രണ്ടും കൽപ്പിച്ച് ഞാൻ അങ്ങോട്ട് ഒതുക്കി വെക്കാന്ന് വിചാരിച്ചു. എന്തായാലും അലമ്പായിട്ടിരിക്കുന്നു. അപ്പൊ പിന്നെ എല്ലാം കൂടി അങ്ങ് വൃത്തിയാക്കി വെക്കാം. പക്ഷെ ഈ ഡ്രസ്സുകളൊക്കെ ഉണ്ടല്ലോ, എത്ര വൃത്തിയാക്കി വെച്ചാലും കൂടിയ ഒരു മാസം അല്ല 2 മാസം ഇതേപോലെ വൃത്തിക്കിരിക്കുള്ളൂ. ആ ഒരു വിഷമം മാത്രമേ എനിക്കുള്ളൂ. അതിൽ നിന്ന് 2 സെക്ഷൻ തന്നെ എടുത്ത് പുറത്തേക്ക് ഇട്ടപ്പോ തന്നെ എന്റെ ബോധം പോയി. ദൈവമേ, ഇതൊക്കെ ഞാൻ മടക്കി വെക്കട്ടെ. എന്റെ വീട്ടിലെ കബോർഡ് മാത്രമാണ് എത്ര ഒതുക്കിയാലും അങ്ങോട്ട് ഒതുക്കി തീരാത്ത. അറിയാനുള്ള ഒരു ആകാംക്ഷയോട് ചോദിക്കാം, നിങ്ങളുടെ വീട്ടിലും അങ്ങനെയാണെങ്കിൽ താഴെ കമന്റ് കിട്ടാം. എന്തെങ്കിലും പണിയെടുക്കാന്ന് വിചാരിച്ചാൽ അപ്പൊ തുടങ്ങും വിശപ്പിന്റെ വിളി. എന്നാ പിന്നെ ഒരു മുട്ട കഴിച്ചിട്ട് തന്നെ തുടങ്ങാന്ന് വിചാരിച്ചു. ആക്രാന്തത്തോടെ കഴിച്ചിട്ടാന്ന് തോന്നുന്നു ചങ്കീന്നും കൂട്ട് ഇറങ്ങണില്ല. പിന്നെ ലേശം അങ്ങോട്ട് വെള്ളം കുടിച്ച് സെറ്റാക്കി. പിന്നെ നേരെ നമ്മുടെ മടക്കൽ പരിപാടി തുടങ്ങിട്ടോ. മടക്കൽ പരിപാടി തുടങ്ങി 2 മിനിറ്റ് ആയില്ല, അപ്പളേക്ക് എന്റെ കാണാതായി. അപ്പോൾ ടോപ്പ് കിട്ടി ഗൈസ്. ഞാനൊരു നിമിഷം ആലോചിച്ചു, ഈ ടോപ്പിനാണോ ഇത്ര അധികം വലിച്ചു വാരിട്ടത്. ഒരു 2 മണിക്കൂറിന്റെ പരിശ്രമത്തിന് ശേഷം മടക്കി ഞാനെല്ലാം കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കണ്ടപ്പോ എനിക്ക് തോന്നി, ദൈവമേ എനിക്ക് തന്നെയാണോ ഇത്ര അധികം ഡ്രസ്സുള്ള. എന്നാലും ഞാൻ അച്ഛനമ്മേടെ അടുത്ത് പറയും ഡ്രസ്സ് ഒന്നും ഇല്ല എനിക്ക്, ഞാൻ എന്ത് ചെയ്യും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം പിള്ളേരുടെ ഒരു യൂണിവേഴ്സൽ പ്രോബ്ലം ആണെന്ന് ഞാൻ മനസ്സിലാക്കും. എന്തായാലും മടക്കി വെച്ചതിന്റെ ഉള്ളിൽ നിന്ന് കുറച്ച് വീട്ടിലിടാനുള്ള ഡ്രസ്സുകളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. രാവിലെ തന്നെ മടക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് പ്രൊഡക്റ്റീവ് ആയ ദിവസമാണെന്ന് എനിക്ക് തോന്നിട്ടോ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.